even after the French Revolution, their level of happiness did not go up. That is the situation. That is what Yuval Noah Harari says. How you can create happiness is not, it is only by a single important thing. There is only one historical development that has real significance എന്ന് പറയുന്നു അദ്ദേഹം. നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ഹാപ്പിനെസ് ലെവലിനെ ഡിസൈഡ് ചെയ്യാൻ പാകത്തിൽ വന്നിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. ടുഡേ when we finally realize that the keys to happiness are in the hands of our biochemical system. ഇന്ന് നമ്മുടെ ഹാപ്പിനെസിന്റെ കീ, അതിന്റെ ചാവി ഇരിക്കുന്നത് നമ്മളുടെ ബയോകെമിക്കൽ സിസ്റ്റത്തിന്റെ കയ്യിലാണെന്ന് അദ്ദേഹം പറയുന്നത്. സോ വി ക്യാൻ സ്റ്റോപ്പ് വേസ്റ്റിംഗ് അവർ ടൈം ഓൺ പൊളിറ്റിക്സ്, സോഷ്യൽ റിഫോംസ്. ഓക്കെ, 1 minute. നമുക്ക് നമ്മളുടെ സമയം വെറുതെ ആവശ്യമില്ലാതെ ഇത്തരം വെറുതെ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ബയോകെമിസ്ട്രിയെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രമാണെന്നാണ് യുവാൽ നോഹ ഹരാരി നമ്മളോട് പറയുന്നത്. We have to focus instead only one thing that can make us truly happy. നമ്മളെ ശരിക്കും ഹാപ്പി ആക്കാൻ നമ്മൾ ഒരേ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഓൺലി വൺ തിങ് ഈസ് മാനിപ്പുലേറ്റിംഗ് അവർ ബയോകെമിസ്ട്രി. അപ്പൊ ബയോകെമിസ്ട്രിക്കാർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും അല്ലെ? ഹലോ, ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഭയങ്കര സന്തോഷം. കാരണം നമ്മളെ ബയോകെമിസ്ട്രിയെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മളുടെ ലൈഫിലെ ഹാപ്പിനെസ്, ലാസ്റ്റിംഗ് ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഇഫ് we invest billions in understanding our brain chemistry and developing appropriate treatments, we can make people far happier than ever before. അപ്പോ അദ്ദേഹം പറയുന്ന ഒരേ ഒരു ക്യാപ്സ്യൂള് നമുക്ക് ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വിപ്ലവകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ബയോകെമിസ്ട്രിയെ മാനിപ്പുലേറ്റ് ചെയ്യുക. സോ ഹാപ്പിനെസ് കെമിക്കൽസിന്റെ ലെവല് ഉയർത്തുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ വിപ്ലവം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല, റവല്യൂഷൻ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല, നമുക്ക് ഫ്രീഡം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇന്ന് നമുക്ക് തന്നെ അറിയാം നമ്മളുടെ അനുഭവം. നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമ്മൾ എത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. നമുക്ക് 1947 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള നമ്മളെ ഇന്ത്യയിൽ. അപ്പൊ എന്തായിരുന്നു നമ്മളുടെ ഹാപ്പിനെസ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു യുവാൽ നോഹ ഹരാരി പറയുന്നു, ബയോളജിസ്റ്റുകളുടെ ഒപ്പീനിയൻ ആണ്. നമ്മളുടെ ബയോകെമിസ്ട്രി മാറ്റുകയാണ് അതിന് ഒരേ ഒരു മാർഗം. സോ മാനിപ്പുലേറ്റിംഗ് അവർ ബയോകെമിസ്ട്രി. സോ വാട്ട് വി നീഡ് ടു ഡു ഈസ് ബൈ റേസിംഗ് ദ സെറാട്ടോണിൻ ലെവൽസ്, ഇറ്റ് ലിഫ്റ്റ്സ് പീപ്പിൾസ് ഔട്ട് ഓഫ് ദെയർ ഡിപ്രഷൻ. നമുക്ക് ഒരു പ്രൊസാക് അതല്ലെങ്കിൽ ഒരു ബയോകെമിക്കൽ ഉപയോഗിച്ച് താൽക്കാലികമായിട്ട് നമ്മളുടെ സെറാട്ടോണിൻ ലെവലിനെ ഉയർത്താൻ പറ്റിയേക്കും. അദ്ദേഹം പറയുന്ന ഈ ഒരു കാര്യം ഇത് നിങ്ങൾ ഒരു ഷോർട്ട് കട്ടായിട്ട് കാണുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഒരു കെമിക്കൽ എന്ന് പറയുന്നത് അതിന്റെ എഫക്റ്റ് കഴിഞ്ഞാൽ അത് തീർന്നു. അപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ കേവലം നമ്മൾ പിൽസ് കഴിച്ചിട്ട് ഹാപ്പി ആവുക എന്നുള്ളത് ഒരു ശാശ്വത പരിഹാരമേ അല്ല. അത് നമ്മൾ ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്. So nothing captures the biological argument better than the famous New Age slogan, happiness begins within. അപ്പൊ ഹാപ്പിനെസ് നമ്മളുടെ ന്യൂ ഏജ് സ്ലോഗൻ ആയിട്ടുള്ള ഹാപ്പിനെസ് ബിഗിൻസ് വിത്തിൻ, നമ്മുടെ അകത്താണ് ഹാപ്പിനെസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പുറത്തുനിന്ന് കിട്ടുന്ന കെമിക്കൽ വെച്ചിട്ട് ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഇതും കൂടെ മനസ്സിലാക്കണം. നിവൃത്തിയില്ലാത്ത ഘട്ടത്തില് നമുക്ക് സൈക്യാട്രിസ്റ്റിനെ കാണിക്കാം. ഒരാള് വളരെയധികം ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ആന്റി ഡിപ്രസന്റ് കൊടുക്കും. അത് വരുമ്പോൾ അയാളുടെ ബയോകെമിസ്ട്രി മാറും. അദ്ദേഹത്തിന്റെ ആ വിഷാദ ഭാവം തൽക്കാലം അതിൽ നിന്ന് അയാൾ റിലീസാവും, അയാൾ ഫ്രീ ആവും. പക്ഷെ ഈ കെമിക്കലിന്റെ എഫക്റ്റ് കഴിഞ്ഞാൽ പോയില്ലേ.
സോ അതുകൊണ്ട് ഹാപ്പിനെസ്സിനെ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ അകത്ത് നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മളുടെ ബയോകെമിസ്ട്രിയെ ചേഞ്ച് ചെയ്യണം. അതിനെന്താണ് വഴി എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ മണി, സോഷ്യൽ സ്റ്റേറ്റസ്, പ്ലാസ്റ്റിക് സർജറി, ബ്യൂട്ടിഫുൾ ഹൗസസ്, നല്ല വീടുണ്ടാക്കിയത് കൊണ്ടോ, നമുക്ക് നമ്മളെ സുന്ദരന്മാരും സുന്ദരികളാക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്തത് കൊണ്ടോ, സോഷ്യൽ സ്റ്റാറ്റസ് വർദ്ധിച്ചത് കൊണ്ടോ, പണം ഉണ്ടായത് കൊണ്ടോ, ഓർ പവർഫുൾ പൊസിഷൻ കിട്ടിയത് കൊണ്ടോ, നൺ ഓഫ് ദീസ് വിൽ ബ്രിങ് യു ഹാപ്പിനെസ്. ഇതൊന്നും നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവരില്ല. ലാസ്റ്റിംഗ് ഹാപ്പിനെസ് കംസ് ഓൺലി ഫ്രം സെറാട്ടോണിൻ, ഡോപ്പാമിൻ ആൻഡ് ഓക്സിറ്റോസിൻ. നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി അല്ലെങ്കിൽ നമ്മളെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മള് ബ്രെയിനിന്റെ നിർദ്ദേശപ്രകാരം ചില അവയവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സന്തോഷത്തിന്റെ ഹാപ്പിനെസ് കെമിക്കൽസ് ആയിരിക്കുന്ന സെറാട്ടോണിൻ, ഡോപ്പാമിൻ, അതുപോലെ ഓക്സിറ്റോസിൻ, അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക എന്നതാണ് ചുരുക്കം. അപ്പോ അതിനുള്ള മെഡിസിൻ ആയിട്ട് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നു, ലിറ്ററേച്ചറിൽ നിന്ന് ഒരു എക്സാമ്പിൾ എടുത്ത് പറയുന്നുണ്ട്. ഇൻ ആൾഡസ് ഹക്സ്ലീസ് ഡിസ്റ്റോപ്പിയൻ നോവൽ ബ്രേവ് ന്യൂ വേൾഡ്. ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന ആൾഡസ് ഹക്സ്ലിയുടെ ഡിസ്റ്റോപ്പിയൻ നോവൽ. വാട്ട് ഈസ് ഡിസ്റ്റോപ്പിയൻ? ആർക്കെങ്കിലും പറയാമോ? എന്താ യൂട്ടോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ യൂട്ടോപ്പിയ? ഡിസ്റ്റോപ്പിയയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് മീനിങ്. യൂട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയുന്നവർ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ യൂട്ടോപ്പിയൻ ഐഡിയ ആണ്, കേട്ടിട്ടില്ലേ? ആർക്കെങ്കിലും അറിയോ? ആദർശങ്ങളോ? യെസ്. ആദർശം എന്ന് പറഞ്ഞാല് യൂട്ടോപ്യൻ ഐഡിയക്കാണ് ആദർശം എന്ന് പറയുന്നത്. അതായത് സാങ്കല്പികമായ സ്വർഗീയ ലോകം, നമുക്ക് ഏറ്റവും സന്തോഷമുള്ള നമ്മളെ ഐഡിയൽ വേൾഡ് നമ്മളെ മനസ്സിലൊക്കെ ഭാവനയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ നല്ലൊരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് അതല്ലെങ്കിൽ നല്ല ഒരു ഭാവനാ ലോകത്ത് നിന്ന് ഇങ്ങനെ മടങ്ങി വരുമ്പോ നമ്മളെ മനസ്സിലൊരു ഭാവന ഉണ്ടാവും, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ലൈഫാണ് എനിക്ക് വേണ്ടത്, അവിടെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്നത് നമ്മളൊരു യൂട്ടോപ്പിയാണത്. അതായത് നമ്മുടെ സാങ്കല്പിക ലോകത്തെ സ്വർഗീയമായ അനുഭൂതികളുടെ ലോകം സൃഷ്ടിക്കുന്നതിനാണ് യൂട്ടോപ്പിയ എന്ന് പറയുന്നത്. അതായത് സങ്കല്പത്തിലെ ഏറ്റവും നല്ല ലോകം. ഇതിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഡിസ്റ്റോപ്പിയൻ നോവൽ എന്ന വിശേഷിപ്പിക്കുന്ന ബ്രേവ് ന്യൂ വേൾഡ്, ആൾഡസ് ഹക്സ്ലിയുടെ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന ബുക്കില് പറയുന്നത്, പബ്ലിഷ്ഡ് ഇൻ 1932. യൂട്ടോപ്പിയയുടെ ഓപ്പോസിറ്റ് മീനിങ് ആണ് കേട്ടോ ഡിസ്റ്റോപ്പിയ. So at the height of Great Depression, happiness is the supreme value. നമ്മൾ ഏറ്റവും അധികം ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യൂ ഉള്ള ഒരു കാര്യം, നമ്മളിപ്പോ ആകെ വിഷാദത്തിലും വിഷമത്തിലും ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വാല്യൂ കൂടിയ ഒരു സാധനമാണ്, സുപ്രീം വാല്യൂ ഉള്ള സാധനമാണ് ഹാപ്പിനെസ്. അപ്പൊ ഈ ഹാപ്പിനെസ് ഈസ് ദ anti-psychiatric drugs replace police and the ballot as the foundation of politics. പൊളിറ്റിക്സില് വരുമ്പോ ചിലപ്പോ നമുക്ക് ഉള്ള പ്രതിഷേധങ്ങളെയും അമർഷങ്ങളെയൊക്കെ അടിച്ചമർത്താൻ വേണ്ടി പോലീസിനെ ഉപയോഗിക്കും, പട്ടാളത്തെ ഉപയോഗിക്കും, അസ്വസ്ഥതകളെ മാറ്റാൻ വേണ്ടി, തൽക്കാലം മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്. Each day each person takes a dose of soma, a synthetic drug. അപ്പോ ബ്രേവ് ന്യൂ വേൾഡിലുള്ള ആളുകൾ സന്തോഷം കണ്ടെത്തിയ കാര്യം എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ ദിവസവും ഓരോരുത്തരും ഒരു ഡോസ് സോമ എടുക്കുന്നു. സോമ എന്ന് പറയുമ്പോൾ ഒരു കെമിക്കലാണ്, a synthetic drug ആണ്. which make people happy without harming their productivity and efficiency. മറ്റുള്ളവരുടെ പ്രൊഡക്ടിവിറ്റിയെയും എഫിഷ്യൻസിയെയോ ബാധിക്കാത്ത വിധത്തിൽ ഈ ഒരു ഡ്രഗ് എടുത്തു കഴിയുമ്പോൾ അവർ ഹാപ്പി ആവുന്നു. സോ ദ വേൾഡ് സ്റ്റേറ്റ് ദാറ്റ് ഗവേൺസ് ദ എൻറ്റയർ ഗ്ലോബ് ഈസ് നെവർ ത്രെട്ടൻഡ് ബൈ വാർസ്. എന്നിട്ട് അവിടെ യുദ്ധങ്ങളില്ല, കോലാഹലങ്ങളില്ല, റെവല്യൂഷൻസ് ഇല്ല, സ്ട്രൈക്സ് ഇല്ല, ഡെമോൺസ്ട്രേഷൻസ് ഇല്ല. ബിക്കോസ് ഓൾ പീപ്പിൾ ആർ സുപ്രീംലി കണ്ടന്റ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന ഒരു ലോകമാണ്. അവിടെ പ്രതിഷേധങ്ങളോ മറ്റുള്ള തരത്തിലുള്ള ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഒന്നും അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു ലോകമാണ് ഈ ബ്രേവ് ന്യൂ വേൾഡില് പറയുന്നത്. പക്ഷെ അവിടെ ഉള്ളൊരു വിഷയം എല്ലാവരും ഒരു കെമിക്കൽ ഒരു സോമായി എടുക്കുന്നു എന്നുള്ളതാണ്.
So current conditions, whatever they may be, Huxley's vision of future is far more troubling. ഹക്സ്ലിയുടെ ഫ്യൂച്ചർ വേൾഡിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് 1930s എഴുതിയിട്ടുള്ള ഈ നോവലിൽ പ്രസന്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ലോകത്ത് വളരെ പ്രസക്തമായത് അദ്ദേഹം മുൻകൂട്ടി കണ്ടത് എന്നൊക്കെ വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം. ആളുകൾ വിചാരിക്കുന്നു ഇപ്പൊ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കൊരു ഡ്രഗ് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ പിന്നെ തൽക്കാലം എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലിക്കറോ അതല്ലെങ്കിൽ അത്തരം കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിക്കലാണ് നമ്മൾ ഹാപ്പിനെസിന്റെ ഒരു സോഴ്സ് എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ശരണം പ്രാപിക്കും. ബട്ട് ആക്ച്വലി വാട്ട് ഹാപ്പൻസ്, ആ ഹാപ്പിനെസ് എത്ര സമയം നീണ്ടു നിൽക്കും, അത് എത്രമാത്രം നമുക്ക് ഹെൽപ്ഫുൾ ആണ്? പലപ്പോഴും മനുഷ്യൻ അതിന് അടിമപ്പെട്ടു പോവുകയല്ലേ. ഇവിടെ ഒരു ഡിസ്റ്റോപ്പിയൻ നോവലായിട്ട് ഇവിടെ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ വേൾഡ് സ്റ്റേറ്റ്സ്, അതായത് ഹെൻറീസ് വിഷൻ ഓഫ് ഫ്യൂച്ചർ ഇസ് ഫാർ മോർ ട്രബിളിംഗ് ദാൻ ജോർജ് ഓർവെൽസ് 1984. ജോർജ് ഓർവെലിന്റെ 1984 കഷ്ടമാണ്. ജോർജ് ഓർവെലിന്റെ 1984 എന്ന് പറയുന്ന നോവലില് ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ളത് കുറെ ജീവികളൊക്കെയാണ്. പന്നി, അതുപോലെ ഡോഗ്സ്, മറ്റ് വന്യമൃഗങ്ങളൊക്കെയാണ്. അവിടെ അവര് വിപ്ലവം ഉണ്ടാക്കുന്ന കഥകളൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിനേക്കാളും കഷ്ടമാണ് ബ്രേവ് ന്യൂ വേൾഡിലുള്ള സംഭവം. So but it is hard to explain why everybody is happy all the time. What could be wrong with that? അപ്പോ എല്ലാവർക്കും ഹാപ്പി ആയി എന്നതുകൊണ്ട് എന്താണ് പ്രശ്നം, അതിന് കുഴപ്പം എന്താ ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിക്കുന്നത് ഇതാണോ ഹാപ്പിനെസ്? ഇതുകൊണ്ട് മാത്രം നടക്കുമോ? ഈ പുറത്തുനിന്ന് ഒരു കെമിക്കൽ കൊടുത്തിട്ട് ഇപ്പൊ ഹാപ്പിനെസ് നേരത്തെ പറഞ്ഞില്ലേ, ഹാപ്പിനെസ് ബിഗിൻസ് വിത്തിൻ, ഹാപ്പിനെസ് അകത്ത് നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ എങ്ങനെയാണ് ഹക്സ്ലീസ് ഡിസേണിംഗ് വേൾഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ബയോളജിക്കൽ അസംഷൻ ദാറ്റ്, ഹക്സ്ലിയുടെ വേൾഡ് ഒരു ബയോളജിക്കൽ അസംഷനിൽ നിന്ന് വരുന്നതാണ്. എന്താണ് ആ ബയോളജിക്കൽ അസംഷൻ? ദാറ്റ് ഹാപ്പിനെസ് ഈക്വൽസ് പ്ലഷർ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷർ ആണ്, അതായത് ബോഡിലി സെൻസേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെയാണ് ആ പറയുന്നത്. ഇത് മാത്രമാണ്. സിൻസ് അവർ ബയോകെമിസ്ട്രി ലിമിറ്റ്സ് ദ വോളിയം ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദീസ് സെൻസേഷൻസ്, ദ ഓൺലി വേ ടു മേക്ക് പീപ്പിൾ എക്സ്പീരിയൻസ് എ ഹൈ ലെവൽ ഓഫ് ഹാപ്പിനെസ് ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരിയഡ് ഓഫ് ടൈം ഈസ് ടു മാനിപ്പുലേറ്റ് ദെയർ ബയോകെമിക്കൽ സിസ്റ്റം. ബയോകെമിക്കൽ സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലാസ്റ്റിംഗ് ഹാപ്പിനെസ് ഉണ്ടാക്കാനുള്ള ഒരു വഴി. അപ്പൊ എന്താണ് ബയോകെമിക്കൽ സിസ്റ്റത്തെ? നമ്മളെ ബയോകെമിസ്ട്രി എങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ലൈഫിൽ വരുന്ന ബ്ലെസ്സിങ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ടോ? നമ്മളൊക്കെ ജീവിതത്തിൽ ഹാപ്പിനെസ് നമുക്ക് ഒരു സ്വപ്നമാണോ? എപ്പോഴും നമ്മൾ ദുരന്തങ്ങളെ കുറിച്ചുള്ള സംസാരവും ചിന്തകളുമാണോ? ആ രീതിയിലാണ് നമ്മളെ മനസ്സിനെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എങ്കിൽ അതാണ് സംഭവിക്കുക. സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇടയ്ക്കൊരു ഓരോരോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻ ആവുകയാണെങ്കിൽ നമുക്ക് ആവാം. ദാറ്റ് ഈസ് ഗുഡ്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് സംഭവം ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ എക്സ്റ്റെൻഡ് പീരിയഡ് ഓഫ് ടൈമില് ഹാപ്പിനെസിന്റെ ലെവൽ ഹൈ ആക്കി നിർത്താൻ വേണ്ടി അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയിട്ട് നമ്മുടെ ബയോകെമിക്കൽ സിസ്റ്റത്തെ ഹാപ്പിനെസിന് വേണ്ടി പ്രോഗ്രാം ചെയ്യണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. സോ വാട്ട് ദാറ്റ് ഡെഫിനിഷൻ ഓഫ് ഹാപ്പിനെസ് ഈസ് കണ്ടസ്റ്റഡ് ബൈ സം സ്കോളേഴ്സ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ബോഡിലി സെൻസേഷന്റെ കാര്യം മാത്രമായിട്ടുള്ള ഒരു ഹാപ്പിനെസിന്റെ കാര്യത്തെ കുറിച്ച് ആളുകൾക്ക് എതിർപ്പുണ്ട്. ആൽഡസ് ഹക്സ്ലി പറയുന്നത് പോലെയുള്ള ഒരു ലോകം. ഇൻ എ ഫേമസ് സ്റ്റഡി, ഡാനിയൽ കെൻമാൻ, വിന്നർ ഓഫ് ദ നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്, ഡാനിയൽ കെൻമാൻ എന്ന് പറയുന്ന നോബൽ പ്രൈസ് വിന്നറിന്റെ അഭിപ്രായത്തിൽ, they asked people to recount a typical work day. അദ്ദേഹം ഈ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഒരു ടിപ്പിക്കൽ വർക്ക് ഡേ, ജോലിയുള്ള ഒരു ദിവസത്തെ ഒരു സാധാരണമായിട്ടുള്ള ഒരു പിക്ചർ എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. ഗോയിങ് ത്രൂ ഇറ്റ് എപ്പിസോഡ് ബൈ എപ്പിസോഡ്. അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ജീവിതത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ബാക്കിലേക്ക് നോക്കിയിട്ട് ഞാൻ അതിൽ ഹാപ്പി ആയിരുന്നോ,
വെദർ ഐ എൻജോയ്ഡ് ഇറ്റ്, എനിക്ക് സന്തോഷം അതിൽ എൻജോയ് ചെയ്യാൻ പറ്റിയോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഡാനിയൽ കെൻമാൻ ഈ ജോലിക്കാരോട് പറയാണ്. സോ ഹി ഡിസ്കവേർഡ് വാട്ട് സീംസ് ടു ബി എ പാരഡോക്സ്. അദ്ദേഹം കണ്ടെത്തിയത് ഒരു വിരോധാഭാസമാണ്. എന്താണ് ആ വാട്ട് സീംസ് ടു ബി എ പാരഡോക്സ്? ഒരു വിരോധാഭാസം എന്നൊരു പക്ഷെ നമുക്ക് തോന്നിക്കാവുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് അദ്ദേഹം കണ്ടത്. ടേക്ക് ദ വർക്ക് ഇൻവോൾവ് ഇൻ റേസിംഗ് എ ചൈൽഡ്. ഒരു കുട്ടിയെ നിങ്ങൾ വളർത്തുന്ന ഒരു ജോലിയായിട്ട് എടുക്കുക. ഒന്ന് മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾക്കൊക്കെ അനിയന്മാരും അനിയത്തികളൊക്കെ ഉണ്ടാവുമല്ലോ. കൊച്ചു കുഞ്ഞായിരിക്കുന്ന 1 ഇയറിലൊക്കെ ഇരിക്കുന്ന അവസ്ഥ ഒന്ന് നിങ്ങളൊന്ന് പരിശോധിക്കാം.